ഞാൻ സാജൻ ചക്കരൈ മസാജ്. ഞാൻ സാധാരണ സിനിമയെക്കുറിച്ചാണ് എൻ്റെ വിഷയം. മുമ്പ് ഒരുപാട് ക്യാമറമാന്മാർ, ടെക്നീഷ്യൻസ്, ഡയറക്ടർമാർ, ടെക്നീഷ്യൻസ്, ഡയറക്ടർ, മേക്കപ്പ് മാൻ, ഇന്നോട്ട് അനവധി അവരുടെ തന്നെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത കഥകളുണ്ട്. എന്ന് ഒന്ന് രണ്ട് പേരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സാറേ, പഴയ ആൾക്കാരുടെ കഥകൾ കേൾക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇടയ്ക്ക് ചില സംഭവങ്ങൾ ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, സിനിമയുടെ ഇടയിൽ കൂടെ വേറെയും പുതിയ വിഷയങ്ങൾ പറഞ്ഞാൽ കൊള്ളാം എന്നൊക്കെ എനിക്ക് വരുന്നുണ്ട്. ഞാൻ പ്രധാനമായിട്ട് എനിക്ക് സിനിമയെക്കുറിച്ചല്ലേ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു, വേടൻ ഒരു റാപ്പ് സിംഗർ, അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിച്ചു. ഞാനത് കാണുന്നുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണത്. ഞാൻ മിക്കവാറും ഈ ഒരു യൂട്യൂബ് നിങ്ങളോടൊപ്പം ഞാൻ സംവദിക്കുന്നതുകൊണ്ട് മിക്ക യൂട്യൂബേഴ്സിൻ്റെയും കാണാറുണ്ട്. എൻ്റേതായിട്ട് പ്രത്യേകിച്ച് എനിക്കൊരു അഭിപ്രായങ്ങളൊന്നുമില്ല. എങ്കിൽ നല്ല സിനിമകളെക്കുറിച്ച് ഞാൻ എടുത്തു പറയാറുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ മാർക്കോയിൽ ഉണ്ണിമുകുന്ദനും ദുൽഖർ, നമ്മുടെ തെലുങ്കുളത്തിലല്ലേ, അത് ഞാൻ നല്ലതല്ലോ പറഞ്ഞിരുന്നു. ദുൽഖറിൻ്റെ നല്ലൊരു അഭിപ്രായം എനിക്ക് കിട്ടി. അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം. തീരെ മോശമാകുന്ന പടങ്ങളെക്കുറിച്ച് ഞാൻ പറയാറില്ല. കാരണം അതും കോടികൾ മുടക്കി എടുക്കുന്ന പടങ്ങളല്ലേ. അതിനെക്കുറിച്ച് ഞാനായിട്ട് റിവ്യൂ എഴുതിയിട്ട് റിവ്യൂ പറഞ്ഞിട്ട് കാണാൻ ഉത്സാഹമുള്ളവരെ പോലും ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ മിക്ക പടങ്ങൾ കണ്ടാലും എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ പറയാറില്ല. നല്ലൊരു ഇഷ്ടപ്പെട്ടത് പറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മോഹൻലാലിൻ്റെ തുടരും ഒക്കെ ഞാൻ പറഞ്ഞത്. പൃഥ്വിരാജിൻ്റെ പടം ഒക്കെ നല്ല എമ്പുരാനൊക്കെ നല്ല ബെസ്റ്റ് പടങ്ങളല്ലേ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴും ചില ആൾക്കാർ ചോദിക്കുന്നത് വേടനെക്കുറിച്ച് പറയാനായിട്ട്. എനിക്കിഷ്ടമാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോ വ്യക്തിപ്രഭാവങ്ങൾ ഉണ്ടാവാറുണ്ട്. പലരും നമ്മുടെ മനസ്സിൽ പറയാനുള്ളത് പറയില്ല. എന്തിന് നമ്മൾ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കണം? നമുക്ക് സൈലൻ്റായിട്ട് ഇരുന്നുകൂടെ? ഞാൻ ഏറെക്കുറെയൊക്കെ ആ ചിന്താഗതിയുള്ള ആളാണ്. നമ്മുടെ മനസ്സിലുള്ളതൊക്കെ ഇരിക്കട്ടെ. പക്ഷേ ചിലരത് ബഹിർസ്ഫുരണം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളിയും ഡോക്ടർ അംബേദ്കറും ഒക്കെ നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ അവരുടെ നവോത്ഥാനം നമുക്കെന്ത് ഗുണം ചെയ്തു ഇല്ലേ? അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ അനവധി ആൾക്കാരെക്കുറിച്ച് പറയാനുണ്ട്. പലരും മനസ്സിൽ അടക്കി വച്ചിരിക്കുന്ന സംഭവങ്ങളിൽ ബഹിർസ്ഫുരണമായിട്ട് വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ വേടൻ. അദ്ദേഹം പറയുന്നില്ലേ, ഞാൻ ജാതിക്ക് അല്ലെങ്കിൽ മതത്തിന് അല്ലെങ്കിൽ വർഗത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് എതിരല്ല, ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം. അപ്പോൾ ചില ആൾക്കാർ അതിന് മോശമായിട്ടുള്ള അഭിപ്രായവും കാണാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരാൾ പറഞ്ഞു, അപ്പോൾ എൻ്റെ പ്രവൃത്തി വർക്കൗട്ട് ആവുന്നുണ്ട്, എനിക്കിതേ അറിയാവുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയുന്നു. ഒരു റിട്ടയർഡ് അധ്യാപിക, അവരതിനൊക്കെല്ലാം അറിയാം. അവർ അദ്ദേഹത്തെ കഞ്ചാവ് ഡാഷ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ചീത്ത വാക്കാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയൊക്കെ വിളിച്ചാണ് ഈ ചെറുപ്പക്കാരനെ കുറിച്ച് അധിക്ഷേപിച്ചത്. അവർ പറയുന്നത് വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോ രീതിയിലെ പാട്ടില്ലേ. വേടൻ്റേതായ പാട്ടുണ്ട്, പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെല്ലാം പറഞ്ഞിട്ട് ഓരോ ജാതി എടുത്ത് പറഞ്ഞിട്ട് അവരോട് ഞാൻ ജാതിയെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറയും. അവരല്ലേ പറയുന്നത് ജാതി. ഈ ചെറുപ്പക്കാരൻ പറയുന്നില്ലല്ലോ. ഇയാളെന്താ പറയുന്നത്? ഞാൻ വേടനല്ല, പറയാനല്ല, ഉടയനല്ല, തമ്പ്രാനുമല്ല, നീ തമ്പ്രാനുമല്ല എന്നൊക്കെയല്ലേ പറയുന്നത്. ആരമൂത്തൊക്കെ പറയുന്നില്ല അറിയാം. നീ തമ്പ്രാനല്ല എന്ന് പറയുന്നത് ആരെയാണ്? അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണ്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ വിരളെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിന് കഞ്ചാവിൻ്റെ അടിമയാണെന്നോ എന്തോ പിന്നെ കഴുത്തിൽ എന്തോ ഒരു ഗുളികകം കണ്ടപ്പോഴത്തേക്ക് വനംവകുപ്പ് കേസെടുത്തു, തമിഴ്ത്തിറങ്ങി. അദ്ദേഹം പറയുന്നത് എനിക്ക് ഒരാൾ സംഭാവന എന്നതാണ് ഇതിൻ്റെ ഒരു ആരാധന. അത് ഗുരുനകമാണോ പുലിപ്പല്ലാണോ എന്ന് എനിക്കറിയില്ല. ശരിയല്ലേ? നമുക്ക് ആരെങ്കിലും ഒരു സംഭാവന എന്ന് പറഞ്ഞാൽ നമ്മളത് ചെറിഞ്ഞ് നോക്കാറുണ്ടോ? ഇല്ലേ? അവിടെ പറയുമല്ലോ, ദാനം തരുന്ന പശുവിൻ്റെ വല്ല പിടിച്ച് നോക്കാറുണ്ടോ എന്ന് പറയുമല്ലോ. ദാനം കിട്ടുന്നതാണ്, ഒരു ആരാധന കൊടുത്തതാണ്. പിന്നെ ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്നും മാറി ഇദ്ദേഹത്തെ മോശമായിട്ട് ചിത്രീകരിച്ച പലരും ഇപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ വേണം. പണ്ട് നമ്മൾ
കുമാരനാശാൻ്റെ വരികൾ നമുക്കറിയാമല്ലോ. എന്തോ ചണ്ടാല പക്ഷിയിൽ ഒരു ഭിക്ഷു ദാഹജലം ചോദിച്ചറിയില്ലേ, ദാഹിക്കുന്നു ഭഗിനി കൃപാരസം മോഹനം കൂടുതൽ തണ്ണീര് ദാശുന്നി. എൻ്റെ സഹോദരി, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം തരുമെന്നല്ലേ. അത് ജാതി ചോദിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞത്, അവരെന്താ പറയുന്നത്, നീചനാരിതൻ ജലം വാങ്ങി ആചരിക്കുമോ ചൊല്ലെഴും ആര്യന്മാർ. എന്നാൽ ചില മേൽജാതിക്കാർ ഞങ്ങളെ പോലുള്ള ഹീനജാതിക്കാരെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കുമോ? അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്, ജാതി ചോദിക്കുന്നില്ല സോദരി എന്നാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുമാരനാശാൻ ചണ്ടാല പക്ഷിയിൽ എഴുതാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ് ഒരു ഭിക്ഷുവിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചത്. അതുപോലെ കാലാകാലഘട്ടങ്ങളിൽ അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി, അദ്ദേഹം ഒരു നവോത്ഥാന നായകനല്ലേ. അദ്ദേഹത്തിലൂടെയല്ലേ ഇന്ന് ഒരു വിധത്തിൽ സത്യം പറഞ്ഞാൽ ഇന്ന് നമുക്ക് പല ആൾക്കാർക്കും എന്താ വിഭാഗീയതപ്പെട്ട അല്ലെങ്കിൽ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു വർഗത്തിന് ഒരു പുനരുദ്ധാനം നൽകിയത് അദ്ദേഹത്തിലൂടെയാണ്. ഇപ്പം നമ്മൾ ഈ വേടനെക്കുറിച്ച് പറയാൻ ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ജാഫനക്കാരിയാണ്, ശ്രീലങ്ക. അച്ഛൻ പാലക്കാട്ടുകാരനാണ്. ഇയാൾ ജനിച്ചത് തൃശ്ശൂരാണ്. അവിടെ നിന്ന് പുള്ളിക്കാരൻ ചേറ്റുവ കടലിൻ്റെ അടുത്തൊക്കെ മീൻ പിടിക്കാനൊക്കെ പോകും. അപ്പോൾ പറഞ്ഞു ചോദിച്ചു, നിങ്ങൾക്ക് എന്താ നല്ല പേരുണ്ടല്ലോ, പിന്നെന്താണ് ഈ പേര് വേടനെന്ന്? അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിൽ പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ പിള്ളേരെ കളിയാക്കിയിട്ട് എന്നെ നിറം കൊണ്ടോ മറ്റോ വേടനെന്ന് വിളിക്കുമായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാനൊരു കുടുംബത്തരമൊക്കെ കാണിക്കുന്ന ആളായിരുന്നു. പിന്നെ യവന്മാർ എന്നെ വേടനെന്ന് വിളിക്കുമ്പോൾ ഞാൻ കേൾക്കും. പക്ഷെ ഇപ്പം എനിക്ക് ആ വേടൻ സ്വീകാര്യമായി തോന്നി, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നി എന്നാണ് പുള്ളി പറയുന്നത്. ഇതൊരു ജാതിപ്പേരായിട്ടോ വർഗപ്പേരായിട്ടോ ഒന്നുമല്ല പുള്ളി സ്വീകരിക്കുന്നത്. ഇന്നിപ്പം വേടനെ അറിയാത്തവരില്ല. അദ്ദേഹം പറയുന്നത് ചിലപ്പം എനിക്ക് കുറച്ച് വായന ശീലമുണ്ട്. അപ്പം ഞാൻ കുറച്ച് വായിക്കുമ്പോൾ ആലോചിക്കും, ഈ വായനയൊക്കെ ഇവർക്ക് ഇങ്ങനെ ഇത്രയും ബുദ്ധി കിട്ടുന്നത് എന്ന് പുള്ളി പറയുന്നതാണ് കേട്ടോ, ഞാൻ പറയുന്നതല്ല. ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നതാണ്. അപ്പോൾ ഞാൻ വായന തുടർന്നു. വായന തുടർന്നപ്പോഴേ മനസ്സിലാവുന്നത് വായിച്ചാലാണ് കൂടുതൽ അറിവ് നേടാവുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കുറേ എഴുതി തുടങ്ങി. കുറേ എഴുതിയപ്പോൾ എനിക്കതിന് ഇഷ്ടപ്പെട്ടില്ല. അതൊരു പാട്ട് രൂപത്തിലായാലോ എന്ന് കരുതി അത് ഞാൻ പാട്ട് പാടി നോക്കിയപ്പോൾ അത് കുഴപ്പമില്ലല്ലോ എന്ന് തോന്നി. പിന്നെ ഞാൻ കൂലിപ്പണിക്കൊക്കെ പോകാറുള്ള ആളാണ്. കൂലിപ്പണിക്കൊക്കെ പോവുകയാണ്, ജീവിതം ജീവിക്കണ്ടേ. എനിക്ക് മൂത്തൊരു സഹോദരിയാണ്. അമ്മ മരണപ്പെട്ടുപോയി. അച്ഛൻ ലോട്ടറി കച്ചവടക്കാരനാണ്. പിന്നീട് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വേറെ സ്ഥലത്താണ്. പിന്നെ എനിക്ക് സിനിമ വലിയ ക്രേസായിരുന്നു. സിനിമയിൽ ഞാൻ പല വർക്കും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു എഡിറ്റിങ്ങിൻ്റെ സ്റ്റുഡിയോയിൽ മറ്റോ 2-3 വർഷം വർക്ക് ചെയ്തു. അപ്പോഴൊക്കെ കുറച്ച് ഈ റാപ്പിനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ഈ സംഗീതത്തെക്കുറിച്ചും റാപ്പിനെക്കുറിച്ചൊക്കെ ഞാനത് കണ്ടതും കേട്ടതൊക്കെ അവിടെ ചേർന്ന്. പിന്നെ എൻ്റെ വായന കൂടിയപ്പോൾ എനിക്കെന്ത് എഴുതിയാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഇത് കുറേ എഴുതി, കുറേ വായിച്ചു, കുറേ പാടി. ഇത് എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നാൽ പോരല്ലോ, ആരെങ്കിലുമൊക്കെ അറിയണ്ടേ. പക്ഷേ എങ്ങനെ പുറത്തേക്ക് അറിയാനുള്ള ഒരു വേദി എനിക്കില്ലല്ലോ. പിന്നെ ഞാൻ കുറേയൊക്കെ യാത്ര ചെയ്യും. കാരണം എൻ്റെ പോലെ മനസ്സിന് വിഷമം അനുഭവിക്കുന്ന കുറേ ആൾക്കാർ, നിങ്ങളൊക്കെ പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന അധസ്ഥിത വർഗ്ഗക്കാരെ കുറച്ചവരുണ്ടല്ലോ, ഒന്നും പറയാനൊക്കാത്ത രീതിയിൽ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ തൃശ്ശൂരിൻ്റെ കോറണിയിലൊക്കെ ഞാൻ പോയപ്പോൾ അവിടെ സത്യത്തിൽ ശരിക്കും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത, ആരോഗ്യപരമായിട്ട് വളരെ വിഷമിക്കുന്ന, ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ ആഹാരം പോലും കിട്ടാത്ത ഒരു സംഭവത്തെ ഞാൻ കണ്ടു. ഞാനും അവരുടെ ഒരാളാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ അവരുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ ഒന്ന് അവതരിപ്പിച്ചു എൻ്റെ ഈ പാട്ട്. അത് കേൾക്കാൻ ആദ്യം 5-10 പേരൊക്കെ വന്നു, 10-20 പേരൊക്കെ വന്നു. അവർക്ക് ഇഷ്ടമായി. അവർ പറയുന്നത് ഇത് നല്ലതാണല്ലോ, ഇത് 10 പേരെ അറിയിക്കണ്ടേ. അങ്ങനെ ഞാൻ 1-2 ചെറിയ വേദികളെടുത്തു. അതിപ്പോൾ നിങ്ങൾ കാണുന്ന അന്ന് 100 പിന്നീട് 500 പിന്നീട് 1000 പിന്നെ എത്രയോ ആയിരങ്ങളെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ എനിക്കത് സാമ്പത്തികമായിട്ടും ജീവിക്കാനൊരു നേട്ടമായി. അപ്പോൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ ആൾക്കാർ വന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. കാരണം ഞാനിങ്ങനെ ഞാൻ ജാതിയെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്, ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചല്ല. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, എനിക്കിവിടെ താല്പര്യമില്ലാത്ത വിഷയമാണ് രാഷ്ട്രീയം. പക്ഷേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അവർ പിന്നീട് അവർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണെന്ന്. പക്ഷേ ഇന്ന് എന്നെ കേൾക്കാൻ ആൾക്കാരുണ്ട്. മാത്രമല്ല ഞാനിപ്പോൾ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഈയിടെ ഒരു സ്റ്റേജ് ഞാൻ കണ്ടപ്പോൾ, ആയിരക്കണക്കിനുള്ള സ്റ്റേജിൽ
അദ്ദേഹത്തിൻ്റെ പാട്ട് പാടുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ കുട്ടിയെ നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് ഒരു വീൽ ചെയറിൽ ഒരു കുട്ടിയെ അതിൻ്റെ അമ്മ തള്ളിക്കൊണ്ട് വരുന്നുണ്ട് സ്റ്റേജിലേക്ക്. ഒരു 7-8 വയസ്സ് പ്രായം കാണും. ആ വേടൻ പറയുന്നു, ഇവന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ അവന് നിങ്ങളെപ്പോലുള്ള ജനങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. മാത്രമല്ല ഇപ്പം നിങ്ങൾക്ക് കാണണോ, അവനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കും എന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടി വേടൻ ഈ സദസ്സിന് മുമ്പിൽ പാടി. അവൻ്റെ സന്തോഷമായിട്ട് രസിച്ച് ആർത്തുല്ലസിക്കുന്ന കാഴ്ച ഞാൻ നേരിട്ട് കണ്ടു. അത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന് അത്രയും സഹാനുഭൂതിയുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഇത് ഈ തൃശ്ശൂർ മുമ്പ് താമസിച്ചിരുന്ന വീടിനടുത്ത് ഈയിടെ ഒരു യൂട്യൂബറോ മറ്റോ പോയിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചൊരു ഇൻ്റർവ്യൂ അതും കാണാൻ ഞാനിടയായി. അപ്പോൾ ആ മാഡം സ്ത്രീ അവർക്ക് 2 മക്കളുണ്ട്, 2 പെൺമക്കളെ കെട്ടി ജയിച്ചു പറയുന്നത്. വേടൻ നല്ല ചെറുപ്പക്കാരനാണ്, എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. അമ്മ ഇവിടെ വന്ന ശേഷമാണ് പറഞ്ഞപ്പെട്ടത്. അച്ഛൻ ഇപ്പോൾ ലോട്ടറി കച്ചവടമാണ്. ഇവിടെ 1-2 വർഷം താമസിക്കുന്നു. ഇപ്പോൾ വേറെ അടുത്താണ്. പിന്നെ ഇവിടെ ഈ കഴിഞ്ഞ വിഷുവിനും വന്നിരുന്നു. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ കൈകട്ടം കൊടുത്തിട്ടാണ് പോയത്. എന്തു പറഞ്ഞാലും ചെയ്യുന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ്, അവനെക്കുറിച്ചൊക്കെ നല്ലതേ പറയാനുള്ളൂ എന്ന് ആ അമ്മ പറയുന്നു. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. ഞാനിപ്പോൾ താമസിക്കുന്നത് ആറ്റിങ്ങലിനടുത്ത് ആലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്, കിളിമാനൂരിൻ്റെ അടുത്ത്. അപ്പോൾ ഈയിടെ ഞാൻ ഈ കിളിമാനൂരിൽ നമ്മുടെ രാജാ രവിവർമ്മയുടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ 177ാമത്തെ ജന്മദിനത്തിനനുബന്ധിച്ചിട്ട്. അപ്പോൾ ഞാൻ രാജാ രവിവർമ്മയെക്കുറിച്ച് സമൂഹം ഒരു യൂട്യൂബിൽ ഒരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ പോയിരുന്നു കൊട്ടാരത്തിൽ. നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സും പൂർത്തീകരിക്കാത്തൊരു പെയിൻറ്റിങ് ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഈ പ്രാവശ്യം എനിക്ക് പോസ്റ്റായിരുന്നു എൻ്റെ താല്പര്യം. പക്ഷേ അപ്പോൾ ഞാൻ അറിഞ്ഞു ഇവിടെ കിളിമാനൂർ വേടൻ്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ടെന്ന്. അതൊന്ന് കാണാൻ പോകണമല്ലോ എന്ന് കരുതി എൻ്റെ ഫ്രണ്ടുണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ദിവസം ഒന്ന് അറിയിച്ചാൽ ഞാനും പറയാം, എനിക്ക് കാണണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പ്രത്യേകിച്ച് മുൻനിരയൊക്കെ ഇരിക്കാം. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, ഞാൻ സദസ്യരുടെ ഇടയിൽ നിന്നിട്ട് അവരൊക്കെ ആസ്വദിക്കുന്നത് കാണണം. ഞാൻ സിനിമകളും അങ്ങനെയാണ്. സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ബാൽക്കണിയിൽ നിന്നും പോയിരിക്കാറില്ല. ഞാൻ പോയിട്ട് സാധാരണ ജനങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് അവരുടെ പൾസ് അറിയാമല്ലോ. അവർ ചിരിക്കുന്നതും ഒച്ചവയ്ക്കുന്നതും അട്ടഹസിക്കുന്നതും ക്ലാപ്പടിക്കുന്നതും കമൻറ്റ് വരുന്നത് കേൾക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ ആ ദിവസം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദിവസം വന്നു. ജനസഹസ്രമാണെന്ന് ആ പയ്യൻ വിളിച്ചു പറഞ്ഞു, ചെറുപ്പക്കാരൻ പറഞ്ഞു. കുറച്ച് ഞാൻ പറഞ്ഞു വരണ്ട, കാരണം ഇവിടെ ഈ ഇലക്ട്രിഫിക്കേഷൻ നടക്കുന്ന കൂട്ടത്തിൽ ലിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഷോക്കടിച്ച് പുള്ളി മരിച്ചുപോയി. അതുകൊണ്ട് ഇന്ന് പ്രോഗ്രാം നടക്കുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. ഉച്ചോട്ടേ കാത്തിരിക്കുന്ന കുട്ടികളാണ്, അവരെല്ലാം കൂടെ ഇയാൾ വരില്ല എന്നറിഞ്ഞപ്പം ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. ഞാൻ കാണണം, ഞങ്ങൾ ഇത്ര മണിയായിട്ട് കാത്തിരിക്കുകയാണ്, പാട്ടിൽ കേട്ടെങ്കിലും അദ്ദേഹത്തെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം മറുപടി പറഞ്ഞത്, ഇങ്ങനെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു കലാകാരൻ, ഞാൻ കലാകാരനാണല്ലോ, പ്രവർത്തിച്ച ഒരു തൊഴിലാളി അല്ലെങ്കിൽ നമ്മളെ പോലൊരു സഹോദരൻ മരണപ്പെട്ട് കഴിയുമ്പോൾ അത് എനിക്ക് എങ്ങനെ മനസ്സ് ഓപ്പണായിട്ട് പാടാൻ പറ്റും? ഞാനൊരു മനുഷ്യനല്ലേ. തീർച്ചയായിട്ടും അവരോട് പറയുക, സമാധാനമായിട്ടിരിക്കുക, ഞാൻ പാടാം, അവർക്ക് വേണ്ടി തുറന്നു പാടാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ആ മഹാമനസ്കതയാണ് ഞാനത് എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുമ്പ് നമ്മുടെ ദിവ്യ ഉണ്ണി ഒരു പ്രോഗ്രാം ഗിന്നസ് ബുക്കിൽ പേരെത്താൻ വേണ്ടിയിട്ട് എറണാകുളത്തൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതായത് എത്രയോ ഡാൻസേഴ്സിനെ കൊണ്ടിട്ട് ഗിന്നസ് ബുക്കിൽ പേരെടുത്താനായിട്ട്. അന്ന് നല്ല ടിക്കറ്റ് വെച്ച് ഭയങ്കര ആളായിരുന്നു. പക്ഷേ അന്നൊരു സംഭവം ഉണ്ടായി, അത് അവിടെ പറയുകയാണ് ഞാൻ. അന്ന് നമ്മുടെ MLA ഉമാ തോമസ് സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഒരു താഴേക്ക് വീണു. ആ വീഴ്ചയൊക്കെ ഞാൻ പിന്നീട് TV-യിലും മൊബൈലിലും കണ്ടപ്പോഴാണ്. ഇതൊരു വീഴ്ചയായിരുന്നു. പക്ഷേ സംഘാടകർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഒരു അക്ഷരം പോലും അവിടെ പറയാതെ, ഒന്ന് മൗനം പോലും ആചരിക്കാറ്. ചില മരണത്തിനാണ് മൗനം ആചരിക്കേണ്ടതെങ്കിലും നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് അദ്ദേഹം അവർക്ക് ഒരു അപകടം പറ്റിയല്ലോ, അതുകൊണ്ട് അവരുടെ അസുഖം അവർക്കുള്ളത് മാറിയിട്ട് ഈ അപകടം ഇതിൽ തരണം ചെയ്യണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പ്രോഗ്രാം തുടങ്ങാം എന്ന് പോലും പറയാൻ തോന്നിയില്ല. അതാണ് അത് ഞാൻ എടുത്തു പറയാൻ കാരണം, നമ്മുടെ ഒരു ഇലക്ട്രിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് ഒരു തൊഴിലാളി മരിച്ച പോലും ജനസഹസ്രങ്ങൾ വന്ന് അദ്ദേഹത്തിന് ലക്ഷങ്ങളാണോ എനിക്കറിയില്ല, എമൗണ്ട് എനിക്കറിയില്ല. ആ പ്രോഗ്രാമിന് പുള്ളി വേണ്ടെന്ന് വെച്ചൊരു മഹാമനസ്കതയാണ് നമ്മൾ വേടനിലൂടെ കാണുന്നത്. ആ വേടനാണ്. ഞാൻ ജാതി പറയുന്നില്ല, ഞാൻ മതം പറയുന്നില്ല, ഞാൻ വേടനല്ല, പൊലയനല്ല, പറയാനല്ല, പിന്നെ ആരാണ്? ഞാൻ തമ്പരാനുമല്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു
പുള്ളി പറഞ്ഞ വാക്ക് വേറെയാണ്, ഇനി ചുക്കുമില്ല എന്ന് കേട്ടാൽ മതി ഇപ്പോൾ തൽക്കാലം, നിങ്ങൾക്കറിയാം. പിന്നെ ഇപ്പോൾ എന്താണ്, ഗവൺമെൻറ് തന്നെ അദ്ദേഹത്തിന് നല്ല രീതിയിലല്ലേ അദ്ദേഹത്തിന് പ്രോഗ്രാം, പാലക്കാട്ട് നല്ല പ്രോഗ്രാം കൊടുക്കുന്നു, ഇടുക്കിയിൽ ഒരു വലിയ പ്രോഗ്രാം. പിന്നെ അതിന് മുമ്പ് വനം വകുപ്പ് എന്തോ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് പുലിതൊക്കെ പണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ മാറി. ഇപ്പോൾ പുള്ളി അറസ്റ്റിലാണെന്നാണ് അറിയുന്നത്. എന്തോ തൊണ്ടയ്ക്ക് ഒരു ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരിക്കൽ പറഞ്ഞു, ഞാൻ ആരോ ചോദിച്ചു നിങ്ങൾക്കിത് വേടരുടെ റാപ്പ് സംഗീതം മാത്രമേ അറിയാവുള്ളൂ, വരെ പാടിക്കൂടെ? പുള്ളി പറഞ്ഞു, ഞാൻ റാപ്പ് സംഗീതം പോലും എനിക്ക് അറിയുന്നതല്ല, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ സന്നിവേശിപ്പിക്കുകയാണ്. അത് റാപ്പായിട്ട് പറയാം, പക്ഷേ യഥാർത്ഥ റാപ്പ് ഇതല്ല. അതൊക്കെ ഞാൻ കണ്ടു കേട്ടു, അതൊക്കെ ഉഗ്രനാണ്. എനിക്ക് തമിഴിലേക്ക് പോകണമെന്നുണ്ട്, കാരണം തമിഴിൽ കുറച്ചുകൂടെ താളം കൂടുതൽ കിട്ടും നമ്മുടെ മലയാളത്തിന് അപേക്ഷിച്ചിട്ട്. ഇപ്പോൾ ഈ വേടൻ്റെ ഈ സംഗീതം നമ്മുടെ തമിഴ്നാട്ടിൽ അവർ മലയാളം തമിഴ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മലയാളം എങ്ങനെ തമിഴാക്കാവുന്നത്, കാരണം അവർക്കത്ര ആസ്വാദ്യകരമായി പോയി തോന്നുന്നു. ഇപ്പോൾ കേരളമൊക്കെ വിട്ട് തമിഴ്നാടും കർണാടകയും ആന്ധ്രയും അതൊക്കെ കിട്ടുന്ന ആളുകൾ ഇന്ത്യയും പുറത്തൊക്കെ പോയി ഇപ്പോൾ തന്നെ ബുക്കിംഗ് ആയി തോന്നുന്നു. അത്രയ്ക്ക് വിപുലമായി കിട്ടും. അത്ര നല്ല രീതിയിലാണ് ഇത് ഈ വേടൻ്റെ ഈ പ്രോഗ്രാം. നിങ്ങളെല്ലാം ഇപ്പം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നേരത്തെ ടീച്ചർ പറയുന്ന പോലെ പണ്ട് നമുക്ക് ഓട്ടം തുള്ളലുണ്ടായിരുന്നു, നല്ല ഹാസ്യരൂപേണയല്ലേ കുഞ്ഞൻ തമ്പേരെ ഇത് വെച്ചിട്ട് അവതരിപ്പിച്ചത്. പിന്നെ രാജവാഴ്ചക്കാലത്ത് പരിഹാസ രൂപേണ ചാക്യാർകൂത്തില്ലായിരുന്നു, നമ്മൾ ആസ്വദിച്ചില്ലേ. നമ്മുടെ തന്നെ തനി കലാരൂപം കഥകളി വിശ്വപ്രസിദ്ധമല്ലേ. അതിൽ ഒരു നമ്മുടെ ഒരു പാട്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഹൈദർ എന്ന് പറഞ്ഞത്, വാദ്യമേളക്കാരനല്ല അദ്ദേഹം, സംഗീതം പാടുന്ന ഒരാൾ. അദ്ദേഹത്തിന് അമ്പലത്തിനകത്ത് കയറ്റില്ല, കാരണം അദ്ദേഹം മുസൽമാനായി പോയില്ലേ. അദ്ദേഹത്തിൻ്റെ പാട്ട് പുറത്ത് നിന്നുകൊണ്ട് അമ്പലത്തിൻ്റെ ചുറ്റിന് നിന്ന് മതിൽക്കെട്ടിന് പുറത്ത് നിന്നിട്ട് പുള്ളിക്കാരൻ കഥകളി സംഗീതം ആരംഭിക്കുമായിരുന്നു. അങ്ങനെയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ കമലഹാസൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഞാൻ ഹിന്ദുവാണ്, ജനിച്ചത് ബ്രാഹ്മണ ജാതിയിലാണ്, പക്ഷെ എൻ്റെ ഹിന്ദു സമുദായത്തിൽ പോലും ഒരു ഹിന്ദുവിന് മറ്റൊരു ഹിന്ദു തൊട്ടുകൂടാത്തൊരു കാലം നമ്മൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വർണ്ണവിവേചനം നിലനിൽക്കുന്നൊരു സംഭവത്താണ്, അതുകൊണ്ട് മായ വരണ്ടേ എന്ന് നമ്മുടെ കമലഹാസൻ പറഞ്ഞിട്ടുണ്ട്. കമലഹാസൻ ഞാനും പണ്ട് മതനോത്സവം വർക്ക് ചെയ്യുമ്പം അന്നേ പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊടുത്തില്ല. പുള്ളി ഒരു ദൈവവിശ്വാസിയൊന്നുമല്ല, പുള്ളി തന്നെ പറയും. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും അങ്ങനെയല്ല തോന്നുന്നു. പുള്ളി ഒരു വിപ്ലവ ചിന്താഗതിയുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവെന്ന് വേണമെങ്കിൽ പറയാം കമലഹാസൻ. അയാളുള്ളിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഹിന്ദു സമുദായത്തിൽ പോലും ഒരുത്തിനൊരുത്തൻ തൊട്ടുകൂടാത്തൊരു വർണ്ണ വിവേചനം ഉണ്ടെന്ന്. അത് ശരിയല്ലേ പുള്ളി പറയുന്നത്, നമുക്ക് തന്നെ അറിയാമല്ലോ. ഞാനിങ്ങനെ മറ്റ് ജാതി മതത്തെക്കുറിച്ചൊന്നും പറയണമെന്നും ആധികാരികമായിട്ട് പറയണമെന്നും എനിക്കറിയില്ല. കാരണം എല്ലാവരും ഒരുപോലെ ഇരിക്കണം, എല്ലാവരും സമത്വം വേണം. അതായത് പറഞ്ഞ നേരത്തെ സാമൂഹിക പരിഷ്കർത്താക്കൾ നമുക്ക് മഹാത്മാ അയ്യങ്കാളിയും അംബേദ്കറും ഒക്കെ ഉള്ളതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഓരോ സമയങ്ങളിൽ ഓരോരുത്തരും വരും, വന്നേ മതിയാവും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപക്ഷെ അടിച്ചമർത്തപ്പെട്ട ചില ആൾക്കാർക്കുള്ള ഒരു വക്താവെന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വേടനെ നമുക്ക് നോക്കാം. കിരൺദാസ് എങ്ങനെ വേടനായി? വേടൻ വളരെ ചെറുപ്പത്തിൽ വീട് കിട്ടിയൊരു പേരാണ്, കളിപ്രായം മുതൽ വീട് കിട്ടിയ പേരാണ്. സ്കൂളുകളിൽ കിരൺദാസ് എന്ന് വിളിക്കുന്നതിന് പകരം ചില പിള്ളേരൊക്കെ വേടൻ എന്നൊക്കെ വിളിക്കും. ചെറുപ്പത്തിലെ ഒരു കുറുമ്പുകാരനായിരുന്നു, ആ സമയത്ത് ചെറുക്കൊരു ശല്യവുമായിരുന്നു. പിന്നെ വേട്ടയാടിയും വേട്ടയാടപ്പെട്ടും ജീവിക്കുന്ന മനുഷ്യരാണ്. അങ്ങനെ ആ പേര് പിന്നീട് ഇഷ്ടപ്പെട്ടു. അത് പിന്നെ സ്റ്റേജ് നെയ്മാക്കി മാറ്റി. അങ്ങനെയാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഈ റാപ്പ് ഇറങ്ങിയിട്ട് കുറേ ആയി. കൂലിപ്പണിക്കൊക്കെ പോവും, പിന്നെ സിനിമാമുഖമായിട്ട് നടക്കുകയായിരുന്നു. സിനിമയിലൊക്കെ കുറച്ച് വർക്ക് ചെയ്ത്, പിന്നെ കുറേ കാലം സിനിമ കിട്ടിയില്ല, പിന്നെ അങ്ങനെ ജീവിക്കണ്ടേ. അങ്ങനെ കുറേ വായിക്കുന്ന ശീലം കുറേ അറിവുള്ളവർക്ക് നല്ല ശീലമായി മാറി. ഇവർക്കൊക്കെ എങ്ങനെ ഈ അറിവ് കിട്ടുന്നതെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവരൊരുപാട് വായിക്കുമെന്നൊക്കെ മനസ്സിലാക്കിയത്. സത്യത്തിൽ എൻ്റെ വീട്ടിൽ ഈ കളിക്കുടുക്ക പോലും വായിക്കുന്ന ആരും എൻ്റെ വീട്ടിലില്ല. പിന്നെ അങ്ങനെ ഞാനിത് ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞ് സംശയം ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളയും എന്നൊക്കെ പറയില്ലേ കുഞ്ഞുണ്ണി മാഷ്. അപ്പോൾ അതുപോലെ കുറേ അത് വായിക്കും. ആ വായിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് എഴുതാൻ തോന്നുന്നത്. പിന്നെ ശബ്ദിക്കിൽ
ശബ്ദിക്കാനില്ലാത്തവരുടെ ശബ്ദമായി മാറുക മാത്രമാണ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റായിട്ടാണ്. പിന്നെ എനിക്ക് എൻ്റെ ശബ്ദം ശബ്ദിക്കാൻ അറിയാത്ത ആൾക്കാരുടെ ശബ്ദമായിട്ട് മാറണം എന്നെനിക്ക് തോന്നി. അപ്പോൾ സിനിമയിൽ ഞാനിങ്ങനെ കൊണ്ടുവന്ന് വർക്ക് ചെയ്താൽ ഇന്നതാണോന്നല്ല, അപ്പോഴേ എനിക്ക് എൻ്റെ പറയാനുള്ള ആശയങ്ങൾ മുഴുവൻ എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കരുതിയിട്ടാണ് ഇൻഡിപെൻഡൻ്റായിട്ട് തന്നെ ഈ പ്രസ്ഥാനം ഇങ്ങനെ തുടരാനെന്ന് കരുതിയത്. അങ്ങനെയാണ് ഞാൻ സ്റ്റേജുകൾ ഇതെടുക്കാൻ തുടങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി തൃശ്ശൂരിൽ കോളനിയിൽ പോയിട്ട് ആചാരിപ്പിച്ചത്. മുളങ്ങത്തുകാവ്, തൃശ്ശൂർ മുളങ്ങുന്നത്തുകാവ് എന്ന സ്ഥലത്താണ് എൻ്റെ താമസം. അച്ഛന് ലോട്ടറി കച്ചവടം, അമ്മ തമിഴ് ജാഫ്ന. പിന്നെ ഞങ്ങളുടെ 3 മക്കൾ, മൂത്തവൻ ഹരിദാസ് മുരളി, ഞാൻ കിരൺദാസ് മുരളി, ഞങ്ങളിപ്പോൾ അറിയപ്പെടുന്ന വേടൻ. പിന്നെ സഹോദരിയാണ്, അമ്മ മരണപ്പെട്ടു പോയി. പിന്നെ പലരും എന്നോട് ചോദിക്കും, വേടനോ ഇവൻ കാടനോ എന്ന് ചോദിക്കാറുണ്ട്. വേടാ നിനക്ക് വേറെ പണിയില്ലേടാ എന്ന് ചോദിക്കുന്നവരുണ്ട്. മുഴുവൻ വേഷവും കറുപ്പ് ധരിക്കുക പിന്നെ എന്നുള്ളത് എനിക്ക് ശീലമായി മാറി. കറുപ്പാണ് എനിക്കിഷ്ടം. പിന്നെ വേറെ ഇത്രയൊക്കെ മതിയല്ലേ. അപ്പോൾ എന്നോട് പറഞ്ഞ് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് കറുപ്പിനെ ഇഷ്ടപ്പെടുന്നു. എൻ്റെ നിറം കറുപ്പാണ്, മനസ്സ് വെളുപ്പാണ്. പുറമെ വെളുപ്പ് കണ്ടിട്ട് വെളുപ്പുള്ളവർ അകത്ത് കറുപ്പുള്ളവരില്ലേ, അങ്ങനെയുള്ളവരുണ്ടാവാം. എനിക്ക് പൊതുവേ ഈ കറുപ്പിനോട് ഇഷ്ടം. പിന്നെ ഞാൻ തുണിയില്ലാതെ ചാടുന്നതൊക്കെയാണ് ഒരു ടീച്ചർ പറയുന്നത്. അവർ വേറെ ഒന്നും കണ്ടിട്ടില്ലായിരിക്കാം, ഞാൻ തുണിയില്ലാതെ ചാടുന്നൊന്നുമില്ല. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ചിലപ്പം അഘോരികളൊക്കെ ഇല്ലേ, അവരുടെ വസ്ത്രം എന്താണ്, ഒരു കൗപീനം മാത്രമില്ലേ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അതൊന്നും ഈ ടീച്ചർ കണ്ടിട്ടില്ലേ. ഞാൻ തുണിയില്ലാതെയാണ് ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അതൊക്കെ അവർക്ക് പറയാനുള്ളവർ പറയട്ടെ. പക്ഷെ അവരും ഇതൊക്കെ മാറ്റി പറയുന്നൊരവസരം ഉണ്ടാവുമെന്നുള്ളത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. അതായത് ജനങ്ങളിലേക്ക് നമുക്ക് എന്ത് പറയാനുള്ളത് നമ്മൾ പറയുക. അത് പറയാതെ ഇരുന്നാലാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുണ്ടാവുക. ഞാൻ ഈ പറഞ്ഞ് നിർത്തുന്നതെന്ന് വെച്ചാൽ വേടന്മാർ ഉണ്ടാവണം. പലരും മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന വിഷമതകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബഹിസ്ഫുരണം ആവശ്യമാണ്. കുറേ മഞ്ഞുരുകണം ഇല്ലേ, അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷം പൊട്ടി പുറത്തേക്ക് ലാവ ഒഴുകുന്നത്. അതുപോലെ മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കുന്ന പല സംഭവങ്ങളും പ്രകടിപ്പിക്കാൻ ഒക്കാത്തവർ ഇങ്ങനെ വേടനെ പോലെ ഓരോ സമയത്ത് വന്ന് പ്രകടിപ്പിച്ച് ജനങ്ങളെ ഉത്തേജിതരാക്കണം, ഉദ്ദീപിപ്പിക്കണം. അങ്ങനെ വേടന് ഞാനൊരു നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇനിയും വേട നീ വരിക, നീ ആസ്വദിപ്പിച്ച് ഞങ്ങളെയും കൂടി നല്ലവരാക്കി നല്ല ചിന്താഗതിയിലേക്ക്, നല്ല ചിന്താസരണിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുക എന്ന് മാത്രം ഞാൻ വേടനോട് പറഞ്ഞുകൊണ്ടും നിങ്ങളോട് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. മതിമോഹനം മാനസം